നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സസൈസ് 1.17 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തൊട്ടുമ്പത്തെ വീഡിയോസ് കാണാതെ ഷുവർ ഇത് കണ്ടുവരിക, നിങ്ങളുടെ ലെവൽ മാറും. +2 ആണ്, നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് വരും, അത് എസ്പെഷ്യലി ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് വലിയ സംഭവം എല്ലാം തോന്നണമെങ്കിൽ മക്കളെ ഏറ്റവും +2ൻ്റെ പ്രോബ്ലംസ്, +1 ആവട്ടെ +2 ആവട്ടെ, പ്രോബ്ലംസ് വരുന്നത് ഷുവർലി NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യം വരുമല്ലോ. എന്ത് ലെവൽ വന്നാലും നിങ്ങൾ നൈസായിട്ട് എഴുതിയിട്ട് വരും. അപ്പോൾ നമുക്കൊരു ടൈം കളയാതെ നമുക്ക് ആ പ്രോബ്ലം എന്താണെന്ന് നോക്കിയാലോ. പ്രോബ്ലം ഇതാണ്, എന്താണ് പ്രോബ്ലം എന്ന് അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നോർമലി ഇതുവരെ ചെയ്ത പോലെ തന്നെ ചെയ്തുതരാം. അപ്പോൾ ടൈം കളയണ്ട. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ പോയിന്റ് ചാർജ് +10 മൈക്രോ കൂളോം ഈസ് എ distance 5 cm directly above the center of a square of side 10 cm as shown in figure 1.31. ആയിക്കോട്ടെ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ? ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. തിങ്ക് ഓഫ് ദ സ്ക്വയർ ആസ് വൺ ഫേസ് ഓഫ് ദ ക്യൂബ് വിത്ത് എഡ്ജ് 10 cm. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് ലെവലുണ്ടെന്നൊക്കെ തോന്നും, ബട്ട് വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. എന്താണ് കോൺസെപ്റ്റ് എന്നത്, എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഉണ്ടടാ, ഓക്കെ, ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വയർ ഇങ്ങനെ തന്നിട്ടുണ്ട്. സ്ക്വയർ ഇവിടെ വെച്ചിട്ടുണ്ട്. അവൻ്റെ സൈഡ് 10 cm ആണ്. ആ സ്ക്വയറിൽ നിന്നും ഒരു 5 cm നേരെ ഡയറക്റ്റ്ലി അബവ് 5 cm ഇവിടെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ആ ചാർജാണ് 10 മൈക്രോ കൂളോം എന്ന് പറയുന്നുണ്ട്. സൈഡ് 10 cm, സ്ക്വയറിൽ നിന്നും 5 cm അബവ് ആയിട്ട് ഒരു 10 മൈക്രോ കൂളോം ചാർജ് വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ട, സ്ക്വയറിൽ കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, ഫ്ലക്സ് ഇന്നലെ നമ്മൾ ചെയ്ത കോൺസെപ്റ്റ് ഏതാണ്? ഫ്ലക്സിൻ്റെ കോൺസെപ്റ്റാണ്. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ആരാണ് വരിക? ഫ്ലക്സ് φ ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ε0 ആണെന്ന് അറിയാം. ഇതിപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് സർഫേസ് ഒരു ക്യൂബിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/ε0 ആണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ സ്ക്വയറിൻ്റെ കേസിൽ വരുമ്പോൾ φ' എന്ന് വേണം വിളിക്കാം. അപ്പോൾ ന്യൂ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രത്തോളം ഉണ്ടാവുക? കാരണം ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ഫേസുകളുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. ശരിക്കും ശ്രദ്ധിക്കുക. ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ഫേസുകളുണ്ട്. ഇതിൽ ഈ ബോട്ടം പാർട്ട് മാത്രമല്ലേ ഇപ്പോൾ നമുക്ക് കയ്യിലുള്ളൂ. പറഞ്ഞു വരുന്നത് ക്യൂബിൻ്റെ ഒരു ഫേസ്, അത് തന്നെയാണ് അവർ ഡാറ്റ ആയിട്ട് ഒരു ഹിൻറ്റും കൊടുത്തിരിക്കുന്നത്. ക്യൂബിൻ്റെ ഒരു ഫേസ് മാത്രമാണ് നമ്മൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ക്യൂബിൻ്റെ 6 ഫേസുകളിൽ ഒരു ഫേസ് മാത്രമാണ് സ്ക്വയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൽ ഇത് ക്യൂബിലുണ്ടാകുന്ന ഫ്ലക്സ് ആണ്. ക്യൂബിൽ കൂടി ഉണ്ടാകുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് Q/ε0. അപ്പോൾ സ്ക്വയറിൽ കൂടി ഉണ്ടാകുന്ന എത്രയാണ്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയറുകളുണ്ട്? 6 സ്ക്വയറുകൾ കൂടി ചേർന്നാലല്ലേ ഒരു ക്യൂബ് ആവുക മക്കളെ. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൽ കൂടി ഉണ്ടാകുന്ന ഫ്ലക്സ് എത്രയാണ്? അത് അതിൻ്റെ 1/6 മാത്രമല്ലേ ഉണ്ടാവും. ക്ലിയർ ആണോ? 1/6 Q/ε0 ആണ് സ്ക്വയറിൽ കൂടി ഉണ്ടാവുക. അങ്ങനെ 6 പ്രാവശ്യം, അപ്പോൾ 6 അങ്ങനെ 6 സ്ക്വയറിൽ കൂടി ചേരുമ്പോൾ ഒരു ക്യൂബ് ആവും. അപ്പോൾ 6 × 1/6 Q/ε0 ആണ് നമ്മൾ അത് എഴുതിയ Q/ε0. ക്ലിയർ ആണോ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ക്യൂബ് ആണെങ്കിൽ Q/ε0 തന്നെ ഡയറക്റ്റ്, പക്ഷേ സ്ക്വയർ ആണെങ്കിൽ 1/6 ചെയ്യണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയൊന്നുമില്ല, വാല്യൂസ് കൊടുത്തോളുക. 1/6 Q ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് Q? ഇവിടെ എഴുതിയിട്ടുണ്ട് 10 മൈക്രോ കൂളോം. അപ്പോൾ 10 × ഈ നിങ്ങൾക്ക് നല്ല മാർക്കാണ് മക്കളെ. അതിൽ വേറൊരു ഡൗട്ടും വേണം. ഇൻസ്റ്റൻ്റിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തോ, അതിൻ്റെ അപ്പുറം ഒരു ലെവലും വരാനില്ല. കൂളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൂടെ കോൺസെപ്റ്റും തറവും, അതാണ് 2 അഡ്വാൻറ്റേജ് അവിടെ മെയിനായിട്ടുണ്ട്. അതുമാത്രമല്ല കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ബേസ് നിങ്ങൾക്ക് അവിടെ ലെവലായിട്ടുണ്ടാവും. 8.85 × 10⁻⁻12. ഇതൊക്കെ സെറ്റായിട്ട് നിങ്ങൾ എക്സ്ട്രാ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയാൽ മതി. ഇതൊന്നും പഠിക്കാതെ പോയിട്ട് പുതിയ കുറേ മെറ്റീരിയൽ നീറ്റിൻ്റെ ജെയിൻ്റെ കീമിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് കുറേ മെറ്റീരിയൽ വാങ്ങിച്ച് കുറേ ക്വസ്റ്റ്യൻസ് പോയിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ തറവാക്കി ബേസൊക്കെ അടിപൊളി, കോൺസെപ്റ്റ് തറവാണ്. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോ, DBP ഒക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യേണ്ട. 1/6 × 10 × 10⁻⁻6 ഡിവൈഡ് ബൈ 8.85 × 10⁻⁻12. ഞാനിത് ചെയ്തതാണ്. എനിക്ക് അന്നേരം ചെയ്ത് കിട്ടിയൊരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഈ 6ഉം 8.85 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ ഏകദേശം ഒരു 53 പോയിൻറ്റ് സംതിങ് ഉണ്ടാവും. മുകളിൽ 10ഉം 10⁻6, അപ്പോൾ 10 × 10⁻6 അല്ലെങ്കിൽ 100 ഡിവൈഡർ ബൈ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിത് ചെയ്യുമ്പോൾ 100 എന്ന് പറയുമ്പം 6 മാറിയിട്ട് 5 ആകും. ഡിവൈഡ് ബൈ 53 സംതിങ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഏകദേശം എനിക്ക് വരിക. കാരണം 6 × 48 പിന്നെ 6 × 40 ഏകദേശം ഒരു 53 സംതിങ് താഴെ ഉണ്ടാകും. 53 പോയിട്ട് സംതിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റർ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 2 പോയിൻ്റ് ഉണ്ടാവില്ല, 1.9 അല്ലെ 1.8 അടുത്തുണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഐ തിങ്ക് ആൻസർ വിൽ ബി 1 പോയിൻറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഇത് 53 പോയിൻറ്റ് സംതിങ് ആണ്
ഉണ്ടാവുക. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല, കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. 1.8 ഇൻറ്റു 10⁵5 1.8 ഇൻറ്റു ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിത്തരാം, 1 ഫുള്ളായിട്ട് എഴുതിത്തരാം. അപ്പോൾ ഇവിടെ എഴുതിയ സമയത്ത് 100 ഇൻറ്റു 10⁵5 ഡിവൈഡഡ് ബൈ 53 പോയിൻറ്റ് സംതിങ് ആണ്. എങ്ങനെ അത് വന്നെന്ന് മനസ്സിലായില്ല. നമുക്ക് ഇവിടെ 10 ഉള്ളൂ. ഈ 10⁻⁻12 മുകളിലേക്ക് പോകുമ്പോൾ 10⁶ ആവും. അതിൽ നിന്നൊരു 10 എടുത്തുകൊണ്ടാണ് ഇവിടെ 100 ആയത്. അപ്പോൾ പവർ 6ൽ നിന്ന് 5 ആയിട്ടുണ്ട്. പിന്നെ 6 × 8.85 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 53 പോയിൻറ്റ് സംതിങ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഗസ്. അപ്പോൾ 100/53 എന്ന് പറയുമ്പോൾ ഏകദേശം 1.8ൻ്റെ അടുത്തുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്യുക. 1.8 ഇൻറ്റു 10⁵5 യൂണിറ്റ് ഓർമ്മിക്കണം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. അല്ലെങ്കിൽ ഇന്ന് 2-3 വീഡിയോയിലാണ് ഇപ്പം പറയുന്നത്. മൂന്നാമത്തെ വീഡിയോയിലാണ് ഇപ്പം പറയുന്ന യൂണിറ്റ്. മറ്റൊരു യൂണിറ്റും കൂടിയുണ്ട്, വോൾട്ട് മീറ്റർ. ഇതും പഠിക്കണം. മറ്റൊരു 1 വേർഡ് ക്വസ്റ്റ്യനാണ് വോൾട്ട് മീറ്റർ. ആയൊരു യൂണിറ്റാണ്. ഇലക്ട്രിക് ഫ്ലക്സ് തൊട്ടുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയറിൽ കൂടി ഉണ്ടാകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? അത് വീണ്ടും ഓർമ്മിക്കുന്നു. സ്ക്വയറിൽ കൂടി ഉണ്ടാകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് മക്കളെ? Φ = 1/6 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ε0. ഇതവിടെ ഓർമ്മിക്കുക. സ്ക്വയർ അത് ഓർമ്മിക്കുക. അതാണ് കോൺസെപ്റ്റ്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക. കുറച്ച് കുട്ടികളായിക്കോട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് ക്ലിയർ ആകുമ്പോൾ ചെയ്യും ഡൗട്ട് ഷുവർലി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് വേണ്ട അർഹിക്കുന്ന കുട്ടികളുടെ അവരൊക്കെ നിങ്ങൾ എത്തിക്കണം മക്കളെ. ഓക്കെ, പ്രാക്ടിക്കലിൻ്റെ വീഡിയോ, കോൺസെപ്റ്റ് വൈസ് വീഡിയോസും പ്ലേലിസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. കണ്ട് നോക്ക്. എന്താ ഡൗട്ടോ കാര്യം എന്താണോ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വീഡിയോയിലാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചാണ്, ഏത് വീഡിയോനെ കുറിച്ചാണെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചാണ് ലേറ്റസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം പെട്ടെന്ന് കാണും, അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ദിവസമായിട്ട് വീണ്ടും കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.